ദുബായ് പോലെയോ അല്ലെങ്കിൽ ഒരു ശ്രീലങ്കയെ പോലെയോ അല്ലെങ്കിൽ ഒരു സിംഗപ്പൂർ പോലെയോ ഒരു എംറ്റി പ്ലേസ് അല്ല. അവിടെയാണെങ്കിൽ ആ രാജ്യങ്ങൾ ചെറിയ രാജ്യമാണ്. അവിടെയൊക്കെ അവർക്ക് മത്സ്യബന്ധനത്തിന് ഓടുന്ന കപ്പലിനോടെയും ഈ നേർക്ക് നേർ വരുന്ന കപ്പലിനോടെയും ഞങ്ങൾക്ക് മെല്ലെ കെട്ടി ജീവിതം ഒരു സാധ്യമല്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കൂട്ടമായി ഈ കടലിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും. ഈ തീരദേശവാസികൾ ഈ തീരത്തിൻ്റെ ഈ പുൽക്കൂട് നിർമ്മാണം തുടങ്ങി ഒരു 6-7 വർഷങ്ങളോളായി. അതിനുശേഷം നമ്മുടെ തീരപ്രദേശം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു 30-40% നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൺവേ മുറിച്ച് കിടക്കാൻ സാധ്യമുണ്ട്. അപ്പോൾ ഈ കപ്പൽ വന്നു കഴിഞ്ഞാൽ ഈ കപ്പൽച്ചാലും മുറിച്ച് കിടക്കാൻ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ഞങ്ങൾ എൻ്റെ പേര് ജലസ്റ്റിൻ എന്നാണ്. ഞാൻ വിഴിഞ്ഞത്തെ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഈ ഹാർബറെ കുറിച്ചുള്ള എൻ്റെ ആശങ്ക ഈ പൊതുജനം ശ്രദ്ധിക്കണം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ വികസന വിരോധികളല്ല നമ്മൾ മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ പൂർവികന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ അവർ അനുകൂലിച്ചവരാണ്, എതിർത്തിട്ടില്ല. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഈ എയർപോർട്ടിൻ്റെ വികസനമാകട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഈ ടൈറ്റാനിയത്തിൻ്റെ വികസനമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ISROയുടെ വികസനമാകട്ടെ, നമ്മുടെ പൂർവികരെല്ലാം അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വികസനമായിരുന്നു, അത് രാജ്യത്തിൻ്റെ ഒരു അത്യാവശ്യമായ ഒരു ഘടകമായിരുന്നു. പക്ഷേ ഇവിടെ വരാൻ പോകുന്ന ഈ ഇൻ്റർനാഷണൽ ഷിപ്പ്യാർഡിനെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ ഒരു വികസനമായിട്ട് കാണുന്നില്ല. ഞങ്ങൾക്ക് ഈ ഹാർബർ ഇവിടെ വരുന്നതിനോടുകൂടി ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം ഈ ഹാർബർ ഇവിടെ വരുന്നത് ആദ്യമായിട്ട് ഇത് ബാധിക്കാൻ പോകുന്നത് ഈ തമിഴ്നാട്ടിനെയും കേരളത്തെയുമാണ്. കാരണം കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ഒരു അതിർത്തിയിലാണ് ഈ ഹാർബർ ഇവിടെ വരുന്നത്. അതിൽ കന്യാകുമാരി മുതൽ നീണ്ടകരയുള്ള ഇത്രയും ദൂരത്തിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരു മേഖലയാണ്, ജനവാസ കേന്ദ്രം. ഒരുപാട് മത്സ്യത്തൊഴിലാളി നമുക്ക് ഈ ഇടവകളുണ്ട്. പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്കൊരു ദുബായ് പോലെയോ അല്ലെങ്കിൽ ഒരു ശ്രീലങ്കയെ പോലെയോ അല്ലെങ്കിൽ ഒരു സിംഗപ്പൂരെ പോലെയോ ഒരു എംറ്റി പ്ലേസ് അല്ല. അവിടെയാണെങ്കിൽ ആ രാജ്യങ്ങൾ ചെറിയ രാജ്യമാണ്. അവിടെയൊക്കെ അവർക്ക് മത്സ്യബന്ധനത്തിന് ആളുകൾ കുറവും. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കോ തീരദേശവാസികൾക്കോ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ സാഹചര്യവും ചുറ്റുപാടും അങ്ങനെയല്ല. നമ്മുടെ രാജ്യം ഈ ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യം. അതിലും നമ്മുടെ രാജ്യത്ത് 29 സംസ്ഥാനമുണ്ട്. അതിൽ 8 സംസ്ഥാനത്ത് നമുക്ക് കടലുണ്ട്, ബംഗാൾ മുതൽ ഗുജറാത്ത് വരെ. അതിൽ കോടിയിലേറെ മത്സ്യത്തൊഴിലാളികൾ അവിടെ തിങ്ങിക്കൂടി താമസിക്കുന്നുണ്ട്, അനുബന്ധ തൊഴിലാളികൾ അതിലുമേറെ. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ഈ പോർട്ടിൻ്റെ വരവിനെയാണ് നമ്മളൊരു ആശങ്കയോടെ കാണുന്നത്. അല്ലാതെ നമ്മൾ രാജ്യത്തിൻ്റെ വികസനത്തിനൊന്നും എതിര് നിൽക്കുന്നില്ല. കാരണം ഈ വികസനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ആളുകൾ പറയുന്നത് ഇത് രാജ്യത്തിന് വലിയ നേട്ടം കുറവെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ഒരു മരണമണിയായിട്ട് ഇത് മുഴങ്ങിക്കഴിഞ്ഞു. കാരണം ഞങ്ങൾക്ക് കടലും തീരവും ഇല്ലാതെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജീവിതം സാധ്യമല്ല. കാരണം കാടിൻ്റെ മക്കൾക്ക് എന്നതുപോലെ കടലിൻ്റെ മക്കൾക്കാണ്. ഞങ്ങൾക്ക് ഈ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിൽ ഈ വീടുകളും ഈ കുടിലുകളും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഞങ്ങളില്ലാന്ന് പറയുന്നില്ല. ഈ തീരത്തുള്ള മണലുകൾ വാരുന്ന കാരണത്തിനാലെയും തീരെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങളില്ലാന്ന് പറയുന്നില്ല. പിന്നെ ഏതൊരു രാജ്യത്ത് മഞ്ഞക്കെട്ട ഉരുകുന്നെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം പൊങ്ങി വരണമെന്ന് പറയുന്ന കടൽ, അതുകൊണ്ടും ഈ തീരം കടലിലെത്ത് പോകുന്നു ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഒരു കാര്യം, മുൻകാലങ്ങളിൽ നമുക്ക് കാലവർഷത്തിൻ്റെ കെടുതിയിൽ ഈ കടൽ തീരം നമുക്കൊരു 10% നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പക്ഷേ ഈ ഇൻ്റർനാഷണൽ ഷിപ്പ്യാർഡിൻ്റെ ഈ പുലിമുട്ട് നിർമ്മാണം തുടങ്ങി ഒരു 6-7 വർഷങ്ങളോളായി. അതിനുശേഷം നമ്മുടെ തീരപ്രദേശം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു 30-40% സ്പീഡിൽ നമ്മുടെ തീരപ്രദേശം ഓരോ കടൽക്ഷോഭത്തിനും ഓരോ മൺസൂൺ കാലത്തെ ഈ കടൽക്ഷോഭത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഈ മൺസൂൺ തുടങ്ങുന്നത് മെയ്യിലാണ്. മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ 5 മാസം നമുക്ക് കടൽക്ഷോഭമാണ്. അതുകൊണ്ട് ഒരുപാട് കടലെത്ത് പോകും. പക്ഷേ ഈ പുലിമൂട് നിർമ്മാണം തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ കടൽ തീരം രൂക്ഷമായി പോകാൻ തുടങ്ങുന്നത്. കാരണം ഇവർ ഈ കടൽ തീരത്തിന് വേണ്ടി, ഇവർ ഈ ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഇവർ ഈ പുലിമൂട് നിർമ്മിച്ച് തുടങ്ങി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 30% പണിയേ ആയിട്ടുള്ളൂ. ഈ 30% പണി ആയ സ്ഥിതിക്ക് ഈ 30% ഇവർ എത്ര ടൺ പാറകൾ കടലിൽ ഇറക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കണക്ക് എനിക്ക് വലിയ കൃത്യമല്ല. പക്ഷേ ഇവർ ഇറക്കിയിട്ടുള്ള ഇത്രയും ടൺ പാറയ്ക്കനുസരിച്ച് വെള്ളത്തിന് കോരി മാറ്റാൻ കഴിയില്ല, കടലെ കോരി മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇവർ എത്ര ടൺ വെയിറ്റ് കടലിൽ ഇറക്കുന്നുണ്ടോ അത്രയും ടൺ വെള്ളം കടലിൽ പരക്കെ സമാധാനമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ ഇവർ ഇപ്പോൾ തന്നെ 200 ഏക്കറോളം കടൽ നിരത്തി കഴിഞ്ഞു. ഇനിയും 2000 ഏക്കറോളം കടൽ നിരത്തുമെന്ന് പറയും. അപ്പോൾ 200 ഏക്കറോളം കടൽ നിരത്തി ഈ കടൽ വെള്ളം ഇപ്പോൾ കടൽ തന്നെയാണ് തിങ്ങിക്കൂടി കിടക്കുന്നത്. അതുപോലെ ഇനി ഒരു 2000 ഏക്കർ ഇവർ കടൽ നിരത്തുമെന്ന് പറയണം. അപ്പോൾ ആ വെള്ളവും കടൽ തന്നെ തിങ്ങിക്കൂടി കിടക്കും. നമ്മൾ എത്രത്തോളം വെയിറ്റ് കടൽ ഇറക്കുന്നുണ്ടോ അത്രത്തോളം വെയിറ്റ് നമ്മൾ കടലിൽ നിന്ന് കോരി മാറ്റിയാലാണ് വെള്ളം തിങ്ങത്തില്ല. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ ഇവർ കടലിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടി ഇവർ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കരയെ വറ്റിക്കാൻ വേണ്ടി ഇവർ വിചാരിച്ചു. പക്ഷേ ഇവർ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കുഴി എടുത്തപ്പോൾ ഉൾക്കടലിലുള്ള വെള്ളം എല്ലാം ഈ കുഴിയിലേക്ക് വന്ന് അടിഞ്ഞ് വീണ്ടും വെള്ളം
ഒഴുകി സമാധാനപ്പെട്ട് വെള്ളം കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോഴേ ഈ 30% പണി ആയപ്പോൾ തന്നെ നമ്മുടെ തീരങ്ങൾ എത്ര നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ സത്യമാണ്. അതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സമരപന്തൽ. അല്ലാതെ മത്സ്യത്തൊഴിലാളികൾ രാജ്യത്തിൻ്റെ ഒരു വികസനത്തിന് എതിരായിട്ട് നിൽക്കുന്നവരല്ല. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഇപ്പോൾ ഈ 30% പണി പൂർത്തിയായപ്പോൾ തന്നെ ഒരുപാട് തീരങ്ങളും കടലും എല്ലാ വീടുകളെല്ലാം കുടലുകളെല്ലാം കടലെത്തി പോയി കഴിഞ്ഞു. ഇനി ഇവർ 70% പണിയും കൂടെ ഇവർ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ തീരദേശം ഈ വിഴിഞ്ഞത്തിൻ്റെ റൈറ്റ് സൈഡുള്ള തീരദേശം ഈ എല്ലാം മത്സ്യഗ്രാമങ്ങളാണ്. ഈ വിഴിഞ്ഞത്തിൻ്റെ ഇടത് സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ള മത്സ്യഗ്രാമങ്ങളെല്ലാം ഒന്നിനൊന്ന് ഈ കടലിൻ്റെ അടിയിൽ വെള്ളം തിങ്ങുന്നതിനനുസരിച്ച് കടലിൻ്റെ അടിയിലായിക്കൊണ്ടിരിക്കും. ഇനി ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു തീരദേശവാസം നമുക്കൊരു സാധ്യമല്ല. അതുകൂടാതെ ഈ കപ്പൽ ഹാർബർ ഇവിടെ വന്നു കഴിഞ്ഞ് കപ്പലോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഹാർബർ പൂർത്തിയാകുമ്പോൾ തന്നെ ഈ തീരം ഇപ്പോൾ കാണുന്നതല്ല, ഇതിൻ്റെ അവസ്ഥ ഇതിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഹാർബർ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവരൊരു പിന്മാറ്റം സാധ്യമല്ല. ഇപ്പം തെറ്റ് ആർക്കും പറ്റും. ഗവൺമെൻറ്റിന് ഒരു തെറ്റ് പറ്റിയാൽ ഗവൺമെൻറ് തെറ്റ് തിരുത്തണം. രണ്ടാമത്തെ വിഷയം 100% ഇവിടെ പണി പൂർത്തിയായി കപ്പൽ ഇവിടെ വന്ന് തുടങ്ങിയാൽ എന്ന് പറയുമ്പോൾ 1 നിന്ന് 10,000 കണക്കിൽ കപ്പലുകളാണ് ഈ വിഴിഞ്ഞ ഭാഗത്തേക്ക് വന്നു പോകും. ഈ കപ്പലുകൾ വന്നു പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് സംഭവിക്കും. കാരണം ഇപ്പോൾ ഈ കേരളവും തമിഴ്നാട് കടൽ തീരത്തിലൂടെ പ്രതിവർഷം ലെഫ്റ്റും റൈറ്റും കടന്നു പോകുന്നത് 40,000-50,000 കപ്പലുകൾ ആണ് കണക്ക്. നമുക്കറിഞ്ഞൂടാ, ഇതിന് കണക്ക് അറിയാവുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും കടന്നു പോകുന്ന കപ്പലിനെ നമ്മൾ ഇത്രയും കാലമായി ധരണം ചെയ്ത് ജീവിക്കുന്ന നമ്മൾ ഈ കാലാകാലങ്ങളിൽ വരുന്ന കാറ്റിനോടും കടലിനോടും മെല്ലടിച്ച് ഉപജീവന മാർഗം നമ്മൾ നയിക്കുന്ന നമ്മൾ ഈ കപ്പൽ വരുന്നത് ഇനി നമുക്ക് നേർക്ക് നേരായിരിക്കും എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഫേസ് ടു ഫേസ്. ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ഓടുന്ന കപ്പലിനോടെയും ഈ നേർക്ക് നേർ വരുന്ന കപ്പലിനോടെയും ഞങ്ങൾക്ക് മല്ല് കെട്ടി ജീവിതം ഒരു സാധ്യമല്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കൂട്ടമായി ഈ കടലിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും. ഈ തീരദേശവാസികൾ ഈ തീരത്തിനെയും ഈ കുടിലിനെയും വിട്ട് ഒഴിഞ്ഞു പോകേണ്ടി വരും. അങ്ങനെ ഒരു വികസനത്തിൻ്റെ അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ അല്ലെങ്കിൽ കേരളത്തിലുണ്ടോ? കാരണം ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു ആദായം ഉള്ളതാണെങ്കിൽ ശരി, ഓക്കെ എന്ന് പറയാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഗവൺമെൻറ്റിന് ആദായ കുറവ്, നമുക്ക് ആപത്ത് കൂടുതൽ, മത്സ്യത്തൊഴിലാളികൾക്കാണ് ആപത്ത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പോൾ ഈ ഹാർബർ ഇവിടെ വരുന്നതോടുകൂടി എനിക്കിതിലൊരു ജോയിപ്പില്ല. കാരണം ഇത് ഇന്നില്ലെങ്കിൽ നാളെ നമ്മളെ ഇന്ത്യയിലുള്ള ഒട്ടുമൊത്ത മത്സ്യത്തൊഴിലാളികളെ ഇത് ബാധിക്കും. 1-2 കപ്പൽ ഒരു ദിവസമോ 2 ദിവസമോ വന്ന് ഹാർബർ ഉദ്ഘാടനമായി കപ്പൽ വന്നു തുടങ്ങിയാൽ ഇനി കണ്ടിന്യൂ ആയിട്ട് ഈ കപ്പൽ വന്നുകൊണ്ടിരിക്കും. കപ്പലിന് ഒരു നിർത്തലില്ല. കാരണം ഈ ഒരു എയർപോർട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൺവേ മുറിച്ച് കടക്കാൻ സാധ്യമല്ല. ഒരു റെയിൽ പാളം ഇട്ട് കഴിഞ്ഞാൽ റെയിൽ വരുന്ന സമയത്ത് ആ റെയിൽ പാളം മുറിച്ച് കടക്കാൻ സാധ്യമല്ല. മുറിച്ച് കടക്കുന്നവർക്ക് ആപത്താണ്. അപ്പോൾ ഈ കപ്പൽ വന്നു കഴിഞ്ഞാൽ ഈ കപ്പച്ചാല് മുറിച്ച് കടക്കാൻ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ഞങ്ങൾ കപ്പച്ചാല് മുറിച്ച് കടക്കുമ്പോൾ കപ്പലിടിച്ച് ഞങ്ങളുടെ മരണം നിശ്ചയമാണ്. അത് ഈ കാലാകാലങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് മത്സ്യത്തൊഴിലാളി ബോട്ടുകൾക്ക് നേരെ ഈ കപ്പലിടിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് മറിഞ്ഞ ആളുകൾ മരിച്ചിട്ടുണ്ട്. അത് ചില ഒറ്റപ്പെട്ട സംഭവമാണ്. അതല്ലാതെ നമ്മുടെ ഇറ്റാലിയൻ കപ്പലിലെ നാവികർ നമ്മുടെ നീണ്ടകരയിൽ പണിക്ക് പോയ ഒരു മത്സ്യത്തൊഴിലാളി ബോട്ടിന് നേരെ അവർ വെടിവെച്ച് വളരെ ദാരുണമായ 2 മത്സ്യത്തൊഴിലാളി കൊല്ലപ്പെട്ടു. അതും ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് വിചാരിക്കാം. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് അതല്ല. ഇനി എവരിഡേ റെഗുലറായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ മരണം കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം കപ്പച്ചാൽ വന്നു കഴിഞ്ഞാൽ കപ്പൽ ബോട്ടിനെ കണ്ട് അവർ സ്ലോ ചെയ്യില്ല. അവർ എത്രയോ ടൺ വെയിറ്റും കൊണ്ട് പല രാജ്യത്തു നിന്നും ഈ ഹാർബറിനെ ലക്ഷ്യമാക്കി വരുന്നവരാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ 100 നാട്ടികൽ 200 നാട്ടികൽ 500 നാട്ടികൽ 900 നാട്ടികൽ വരെ ഉൾക്കടലിൽ ചെന്ന് പണിയെടുത്ത് തിരിച്ചു വരുന്നവരാണ്. ഒരു നാട്ടികൽ എന്ന് പറഞ്ഞാൽ 1.85 കിലോമീറ്റർ. അപ്പോൾ 900 നാട്ടികൽ എന്ന് പറഞ്ഞാൽ 1500 കിലോമീറ്ററോളം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉൾക്കടലിൽ ചെന്ന് പണിയെടുത്ത് തിരിച്ചു വരുന്നവരാണ്. കാരണം മാസത്തങ്കലിന് പോകുന്ന ബോട്ടുകളുണ്ട്, ഈ ആഴ്ച തങ്കലിന് പോകുന്ന ബോട്ടുകളുണ്ട്, ദിവസ തങ്കലിന് പോകുന്ന ബോട്ടുകളുണ്ട്, ദിവസവും പണിക്ക് പോയി വരുന്ന ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളെല്ലാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ 190ഓളം ഹാർബർ ഇപ്പോൾ നിലവിലുണ്ട്. ഈ 190ഓളം ഹാർബർ നിലവിലുണ്ടായിരുന്നിട്ടും പ്രതിവർഷം 50,000-ഓളം കപ്പൽ ലെഫ്റ്റ് റൈറ്റ് ഓടിയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ബാധകമായിട്ട് വന്നിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നിലവിലുള്ള ഹാർബറിനെതിരായിട്ടോ കപ്പലോട്ടത്തിനെതിരായിട്ടോ ഞങ്ങൾ ആരും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം എനിക്ക് 55 വയസ്സായി. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്കൂളിൽ പോയതുകൊണ്ട് രക്ഷ കടൽപ്പണിക്ക് വാൻ വിളിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കടൽപ്പണിയാണ്. എനിക്കൊരു 40-42 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കടലുമായിട്ടും കടൽ പണിയായിട്ടും തീരവുമായിട്ടും തീരപ്രദേശവുമായിട്ടും. അപ്പോൾ എൻ്റെ ആശങ്ക നമ്മുടെ രാജ്യത്തുള്ള അധികാരികൾ കണ്ണ് തുറന്ന് ഇത് കാണണം, ഇത് കേൾക്കണം. കാരണം നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ആശ്രയമില്ല. ഞങ്ങളെ ഇവിടെ പുനരധിവസിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കാടിൻ്റെ മക്കൾക്കാണെങ്കിൽ അവരെ അവിടെ നിന്ന് കുടിമാറ്റി താമസിച്ചാൽ അവർ ജീവനമായിട്ട് അവർക്ക് ഉപജീവനമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങളെ ഈ തീരത്തിൽ നിന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി 1-2 കുടുംബമല്ല, 1-2 ഫാമിലി അല്ല, 1-2 ഇടവകയല്ല. ഇത് ബാധിക്കുന്നത് നമ്മുടെ തീരദേശത്ത് വിഴിഞ്ഞം തൊട്ട് റൈറ്റിലോട്ടും വിഴിഞ്ഞം തൊട്ട് ലെഫ്റ്റിലോട്ടും കന്യാകുമാരി വരെയും വിഴിഞ്ഞം തൊട്ട് നീണ്ടകര വരെയുള്ള മത്സ്യത്തൊഴിലാളികളെ ഇത് ആദ്യമായിട്ട് ബാധിക്കും. കാരണം ഇതൊരു എംറ്റി പ്ലേസ് അല്ല. എംറ്റി പ്ലേസ് ആയിരുന്നു എങ്കിൽ നമ്മൾ ഈ വികസനത്തിന് എതിര് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ആശങ്കയില്ല.
പാടില്ല. ഇപ്പം നമ്മുടെ ഉൾഭയം ഈ കപ്പൽ ഹാർബറിനെ എന്തുകൊണ്ടെങ്കിലും ദൈവം നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് നേതാവാവട്ടെ അല്ലെങ്കിൽ ഏത് ഉന്നത അധികാരിയാവട്ടെ ഇതേക്കുറിച്ച് ചിന്തിച്ച് ഈ കപ്പൽ ഹാർബറിൻ്റെ നിർമ്മാണം ഉടനെ പൂർത്തിയാക്കി ഇതിനി പുനരാരംഭിക്കാൻ പാടില്ല. പുനരാരംഭിച്ചാൽ ഇതൊരു ക്യാൻസറായി വളർന്ന് ഇന്ത്യയിലോട്ട് ശരീരത്തിൽ ഒരു വിരലിലോ കാലിലോ കയ്യിലോ ഒരു ക്യാൻസർ വന്നാൽ ആ ആളുടെ ജീവനെയും കൊണ്ടേ അത് പോകത്തുള്ളൂ. അതുപോലെ ഇവിടെ ഇടുന്ന ഈ ഹാർബർ ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമൊത്ത മത്സ്യത്തൊഴിലാളികളുടെയും ലൈഫിൽ ഇതൊരു ക്യാൻസറായിട്ട് മാറി അവസാനം കപ്പലിനെ കൊണ്ടുള്ള ശല്യം കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ, ഞാൻ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ട് എന്നാണ് ഒരു മത്സ്യത്തൊഴിലാളിയായ ഞാൻ എൻ്റെ ആശങ്ക പറയുന്നത്. ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായ സ്ഥിതിക്ക് നമുക്കൊരു സൊല്യൂഷൻ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ അദാനി നമ്മുടെ ഈ പോർട്ടിന് വേണ്ടി മുടക്കിയിട്ടുള്ള പൈസ എത്രയാണോ അത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനൊരു ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. രണ്ടാമത് നമ്മുടെ കേരള ഗവൺമെൻറ് ഇതിന് എത്ര കോടി രൂപ ഇതിന് മുടക്കിയിട്ടുണ്ടോ അതും കേരള ഗവൺമെൻറ് വഹിക്കണം. ഈ രണ്ട് കാര്യവും ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട അധികാരികളോട് സംസാരിച്ച് നമുക്കിതൊരു പരിഹാരം കണ്ടെത്തണം. കാരണം ഇത് ഹാർബർ ഇപ്പോൾ തുടങ്ങിയത് മുതൽ ഈ അവസാനം വരെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് യാതോ ഒരു കമ്പനിക്കാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കമ്പനിയിലുള്ള ശാസ്ത്രജ്ഞന്മാരോട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നത്, ആ റിപ്പോർട്ട് കൊടുത്ത ആളുകൾ ഞങ്ങളുടെ സമരപന്തലിൽ വന്ന് ഞങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ ഞങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു വിളക്കം തരും. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങളെ കൊണ്ടും ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം നേർക്ക് നേരെ ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് വന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ ഒരു സൈഡ് വ്യാഖ്യാനിക്കുക, ഇത് വന്നാലുള്ള ദോഷങ്ങളെക്കുറിച്ച് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, ഞാൻ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇത് വേണമോ വേണ്ടേ, ഞങ്ങൾ വേണ്ടെന്ന് പറയാനുള്ള കാരണങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയും. നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരോ എവിടെയോ ഇരുന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടും കൊണ്ടുവന്നിട്ട് ഇവിടെ കിടന്ന് വാദിച്ചിട്ട് ഒരു കാര്യമില്ല. ചത്ത കുഞ്ഞിൻ്റെ ജാതകം എടുത്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു രൂക്ഷമായ ഒരു പ്രശ്നമായാലും ഇപ്പം നമ്മുടെ കാര്യങ്ങൾ കൈവിട്ടു പോകും. നിർബന്ധമായിട്ടും ഈ നമ്മളെ മത്സ്യത്തൊഴിലാളിയായ നമ്മുടെ ആശങ്ക വകവയ്ക്കാതെ ഈ ഹാർബറിൻ്റെ പണിയുമായിട്ട് ഇവർ മുന്നോട്ട് പോയാൽ ഈ ഹാർബറിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ തന്നെ ഈ തീരദേശവാസികളുടെ കാര്യം കട്ടപ്പുകയാവും എന്ന് പറഞ്ഞാൽ, ഈ കടപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഈ കടൽ തീരവും ഈ കടൽ തീരത്തുള്ള കുടിലുകളും ഞങ്ങൾക്ക് 100% നഷ്ടപ്പെട്ടിരിക്കും. അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള ഒട്ടുമൊത്ത മത്സ്യത്തൊഴിലാളികളും സമരത്തിനായിട്ട് ഇറങ്ങിയാൽ അന്ന് ഈ ഹാർബർ വിട്ട് പോകാൻ ഇവർ തയ്യാറാണോ? ഇവർ തയ്യാറാവില്ല. കാരണം 30% പണി തീർത്തിട്ട് ഇവരിപ്പോൾ പിന്മാറാൻ തയ്യാറല്ല. ഇത് പൂർത്തിയായി കഴിഞ്ഞ് ഈ തീരവും നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ അന്ന് ഇന്ത്യയിലുള്ള ഒട്ടുമൊത്ത മത്സ്യത്തൊഴിലാളി 10 സംസ്ഥാനത്തുള്ള മത്സ്യത്തൊഴിലാളികളെ ഒന്നടങ്കം സമരത്തിന് വന്നാൽ കപ്പലിനെതിരെ ഞങ്ങൾ കടലിൽ പോരാടാൻ ഇറങ്ങിയാൽ ഇതിനാര് സമാധാനം പറയും? ഞങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോകും. അപ്പം മത്സ്യത്തൊഴിലാളി സമൂഹം എന്ന് പറയുമ്പോൾ ഒരു ആലംബരമാണ്. ഈ കടൽ തൊഴിൽ ഞങ്ങളുടെ കുലത്തൊഴിലാണ്. ഈ ആലംബരമായ ഞങ്ങളുടെ മൂട്ടിൽ കത്തി വെച്ച് കഴിഞ്ഞു. അവർ കത്തി വെച്ച് കഴിഞ്ഞു. ഇനി അവരെ കുറേ വെട്ടി ഇത് ആലമരത്തെ മറിച്ചത്. അപ്പോൾ ഒരു വികസനത്തിൻ്റെ പേരിൽ 5, 10, 100 ആളുകൾക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷേ ഇങ്ങനെ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ വരുന്ന മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനെതിരെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് കടൽ തീരവുമില്ലാതെ ഞങ്ങൾക്കൊരു ജീവിതം ഇല്ല. ഞങ്ങളതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഞങ്ങൾ എവിടെയാണ് കൊണ്ടിടാൻ പോകുന്നത്? ഞങ്ങളെ ഒരു വികസനത്തിൻ്റെ പേരിൽ വല്ലയിടത്തും കൊണ്ടിടാൻ വേണ്ടി ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങൾ ഇന്നേ വരെയും ജീവിച്ചിരുന്ന കാരണം തൊട്ട് ഇന്നേ വരെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും ചോദിച്ചില്ല. ഞങ്ങൾക്കൊരു ആശുപത്രി ഇതാ, ഞങ്ങൾക്കൊരു കോളേജ് ഇതാ, ഞങ്ങൾക്കൊരു എയർപോർട്ട് ഇതാ, ഞങ്ങൾക്കൊരു മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ചോദിച്ചില്ല. ഞങ്ങളൊരു വീട് പോലും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ സുഖമായിട്ട് കടൽ പണിയെടുത്ത് ജീവിക്കുന്ന, ആരെയും ശല്യപ്പെടുത്താതെ, ഒരിടത്ത് മോട്ടിക്കാൻ പോകുന്നില്ല, ഒന്നിനും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളുടെ പാടായി. കാറ്റിനോടും കടലിനോടും മല്ലടിച്ച് ഇത്രയും കാലം ഞങ്ങളുടെ പൂർവ്വികരും ജീവിച്ചു. പക്ഷേ ഇപ്പോൾ ഈ കപ്പലിനോട് മല്ലടിച്ച് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യതയില്ല. അപ്പോൾ ഒന്നെങ്കിൽ കപ്പലൊരു പിന്മാറ്റം, അല്ലെങ്കിൽ ഞങ്ങളെ ഒരു പിന്മാറ്റം. അപ്പോൾ ഞങ്ങളൊരു പിന്മാറ്റമാണ് ഗവൺമെൻറ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സമൂഹം, ഞങ്ങളുടെ കുലത്തൊഴിൽ ഇതോടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. കാരണം മത്സ്യത്തൊഴിലാളി സമൂഹം ഒരു പുരോഗമതിയിലേക്ക് ആയി ഒരു 10, 40, 50 വർഷമായിട്ടുള്ളൂ. ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഒരു പുരോഗമനത്തിലായിട്ട് ഒരു 40, 50 വർഷമായിട്ടുള്ളൂ. കാരണം ഇതിന് മുമ്പിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് യാർക്കാക്കാൻ ഒരു വീടില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ല, വെള്ളമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഔട്ട് ബോർഡ് എഞ്ചിനുകൾ വന്നു തുടങ്ങിയ ശേഷം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉൾക്കടലിൽ ചെന്ന് ഞങ്ങൾ നിറയെ മീൻ പിടിച്ചുകൊണ്ട് വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു. പണ്ടുള്ള അവസ്ഥയൊന്നുമില്ല. ദൈവാനുഗ്രഹത്താല ഈ ഫിഷിംഗ് ഹാർബറിൽ വന്ന ശേഷം ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതമാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഈ മത്സ്യം കടലിൽ കുറവാണെന്ന്. ഞാൻ ചോദിക്കുന്നത് അതിനുള്ള വല്ല രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ പറയാം, മത്സ്യം കടലിൽ ഇതിന് മുമ്പിലത്തെക്കാളും കൂടുതലാണ്. കാരണം നിങ്ങൾ ഈ ഗവൺമെൻറ്റിന് എത്ര ആദായം കിട്ടുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് കിട്ടുന്നു എന്നുള്ള കണക്ക് എനിക്കറിയില്ല. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല സുരക്ഷിതമായ ജീവിതമാണ്. കാരണം നിങ്ങൾ വിഴിഞ്ഞം ഹാർബറിൽ വന്ന് ഒരു വർഷത്തെ ഇവിടുത്തെ വിറ്റുവരവ് നിങ്ങൾ എടുക്കുക. അതുപോലെ നിങ്ങൾ ഈ മൊതാപ്പുഴയിൽ പോയി ഒരു വർഷത്തെ അവിടുത്തെ വിറ്റുവരവ് എടുക്കുക. അതുപോലെ കൊല്ലത്ത് പോകുക, അതുപോലെ നീണ്ടകര പോകുക, അതുപോലെ ഇങ്ങനെ ഓരോ തീരപ്രദേശത്തുള്ള ഹാർബറിൽ ചെന്ന് ഓരോ വർഷത്തെ വിറ്റുവരവ് എടുക്കുക. ഇത് ഗവൺമെൻറ്റിന് എത്ര കിട്ടുന്നുള്ള എനിക്കറിയില്ല. അതുപോലെ വിഴിഞ്ഞം വിട്ട് പട്ടണ ഹാർബറിൽ പോയി ഒരു വർഷത്തെ വിറ്റുവരവ് എടുക്കുക. പിന്നെ കുളച്ച ഹാർബറിൽ പോവുക, പിന്നെ മുട്ട ഹാർബറിൽ പോവുക. ഇങ്ങനെ ഓരോ ഹാർബറിൽ പോയിട്ട് അവിടുത്തെ വിറ്റുവരവിൻ്റെ കണക്ക് നിങ്ങൾ എടുത്താൽ അറിയാം മത്സ്യത്തൊഴിലാളികൾക്ക് എത്രത്തോളം കടലിൽ നിന്ന് മീൻ കിട്ടുന്നു.
നിങ്ങൾ മീനില്ല എന്ന് പറയണമെങ്കിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ദാരിദ്ര്യത്തിൽ മൂക്കും കുത്തി വീണ് ചാവേണ്ടതാണ്. ഞങ്ങളുടെ അച്ഛനെയോ ഞങ്ങളുടെ അപ്പൂപ്പനെ പോലെയല്ല ഞങ്ങളിപ്പോൾ സൂക്ഷ്മമായിട്ട് 4 നേരം ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കൊച്ചുപ്രായത്തിൽ ഈ പസിയും പട്ടിണിയുമായിട്ട് നടന്ന ആളുകളാണ്. ഇന്ന് ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് സമയത്തിന് ആഹാരമുണ്ട്. അതെവിടെ നിന്ന് ഞങ്ങൾ കടലിൽ പോയി അധ്വാനിച്ചിട്ടാണ്. ഞങ്ങൾക്ക് എത്ര ഉൾക്കടലിൽ ചെന്ന് അധ്വാനിച്ചിട്ട് തിരിച്ചു വരേണ്ട സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ഹാർബർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടും, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സമൂഹം നഷ്ടപ്പെടും, ഞങ്ങളുടെ തീരം നഷ്ടപ്പെടും, ഞങ്ങളുടെ കുടില് നഷ്ടപ്പെടും. ഇതൊക്കെയാണ് ഞങ്ങളുടെ യഥാർത്ഥ മനസ്സിലുള്ള ഒരു ആശങ്ക. ഇതിനൊരു വിളക്കം തരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. കാരണം ഒരു കോളേജിലായാലും ഒരു കുട്ടികളൊരു ചോദ്യം ചോദിച്ചാൽ കോളേജിലെ ഉന്നതരായാലും മറുപടി കൊടുക്കും. ഇവിടെ ഈ രാജ്യത്ത് നിന്ന് വരുന്ന ഏത് വികസനമായാലും കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ളവരുടെ ഈ നികുതി പണം എടുത്തിട്ടാണ് ഒരു വികസനം ഉണ്ടാക്കുന്നത്. ആ വികസനം രാജ്യത്തിന് ഫലമായിരിക്കും. വെള്ളത്തിൽ വരച്ച വരയെ പോലെ ആവശ്യമില്ലാതെ ലക്ഷക്കണക്കിന് രൂപകളെ കൊണ്ട് കടലിൽ കൊണ്ട് എവിടെ നിന്നുള്ള പാറകളെ കൊണ്ടുവന്ന് കടലിൽ കൊണ്ട് തട്ടിയെടുക്കുന്ന ഒരു വികസനം എന്ന് പറഞ്ഞാൽ 7500 കോടി രൂപയുടെ വികസനം എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ കേരള ഗവൺമെൻറ് 300 ഏക്കറും കൊടുത്ത് 5000 കോടി രൂപയും കേരള ഗവൺമെൻറ് കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് 850 കോടി. അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല. അവർ 15 വർഷം കഴിഞ്ഞാൽ അവർക്ക് പൈസ തിരിച്ചടക്കണം. അപ്പോൾ അദാനിക്ക് 300 ഏക്കർ സ്ഥലവും കൊടുത്ത് അദാനി 300 ഏക്കറും വെച്ച് വേറെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അദാനി ഇവിടെ പണി തുടങ്ങാൻ പോകണം. അദാനിയുടെ കയ്യിൽ ഇതുവരെ ഒരു രൂപ ചിലവായിട്ടില്ല. അഥവാ അയാളുടെ കയ്യിൽ എന്തെങ്കിലും ചിലവായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് സംസാരിച്ച് ബഹുമാനപ്പെട്ട അജിത് ഡോവൽ സാർ എന്ന ഒരാളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഞാൻ വിലയിരുത്തുന്ന ആളിൽ അയാൾ ഒരാളാണ്. അയാൾ ഈ പ്രശ്നത്തിന് ഇടപെട്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം. ഈ അദാനിയുടെ ഈ ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഈ അതിൻ്റെ പണിയുമായി നടപടികൾ മുന്നോട്ട് പോകാൻ കരാർ ഒപ്പിട്ട സമയത്ത് അവർ പറഞ്ഞത് 4 വർഷം കൊണ്ട് ഈ പണി പൂർത്തിയാക്കുമെന്നാണ്. ഈ 4 വർഷം കൊണ്ട് ഈ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4 വർഷം കൊണ്ട് ഇതുവരെയും ഇപ്പം വർഷം 7ആയി. പക്ഷേ ഈ 4 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വാക്കേറ്റെടുത്ത അദാനി 7 വർഷമായിട്ടും ഒരു 30% പണിയെ അവർക്ക് പൂർത്തിയായിട്ടുണ്ട്. അവർ ഇനി പറയുന്നത് അവർക്ക് 2024 വരെ അവർക്ക് സമയം കൊടുക്കണം. ഈ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഒരു പണി 7 വർഷം കൊണ്ട് 30% ആയെങ്കിൽ ഇനി 2 വർഷം കൊണ്ട് എങ്ങനെയാണ് 70% പണി അവർ ചെയ്ത് കൊണ്ടുപോകും? അത് പറ്റത്തില്ല. ഇത് കണ്ണിൽ പൊടിയിടുന്ന വാക്കുകളാണ്. ഇവർക്ക് ഈ പണി പൂർത്തിയാക്കണമെങ്കിൽ എങ്ങനെ വെച്ചാൽ ശരിയാണ് ഇനി ഒരു 10 വർഷമെങ്കിലും ഇവർക്ക് വേണ്ടി വരും ഈ പണി പൂർത്തിയാക്കാൻ. കാരണം ഇവർ ഇടുന്ന കല്ലിനെല്ലാം കടലടിച്ച് സാധാരണ വർഷകാലത്തുള്ള കടലിൽ ഈ കടൽക്ഷോഭത്തിൽ അടിച്ചടിച്ച് കല്ലിനെ പിരിച്ചിടിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 10-15 വർഷമെങ്കിലും എടുക്കും ഇവർ ഈ പോർട്ടുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോയാൽ ഇത് തീർക്കാൻ വേണ്ടിയുള്ള സമയം. നമ്മൾ ഒരു അലുവ കിണ്ടി ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ അലുവായെ മൊത്തമായിട്ട് മാറി കഴിക്കില്ല. നമ്മൾ ഓരോ തുണ്ടായിട്ടേ അറുത്തെടുക്കുള്ളൂ. അതുപോലെ ഈ അങ്ങനെ അറുത്തെടുക്കുമ്പോൾ ഈ പാത്രം നമുക്ക് കാലിയാവും. ഫുൾ അലുവായി നമ്മൾ എടുത്തു കഴിയും. അതുപോലെയാണ് ഇവർ ഈ ഹാർബർ പണിയുമായിട്ട് ഇനി ഒരു 10-15 വർഷം വരെ ഇവർ പൂർത്തിയായി പോവേ ഈ തീരത്തിൽ സംഭവിക്കുന്ന ആളുകളെല്ലാം ഇവർ കുടിയൊഴിപ്പിച്ച് അങ്ങനെ ഇവർ കൊണ്ടുപോയിട്ട് ആടിന് ഉള കാണിക്കുന്നത് പോലെ ഓരോ വർഷം 50 വീട് 25 വീട് 100 ആൾ 200 ആളെന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെയാണ് ഈ ഹാർബറിൻ്റെ നാശം ഇവർ വരുത്തി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി നിങ്ങൾ മുടക്കി ഇനി നിങ്ങൾ ഈ കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കാൻ പാടില്ല. ഇനി കോടിക്കണക്കിന് മുടക്കിയിട്ട് രാജ്യം ദാരിദ്ര്യത്തിലാണെന്ന് പറയാൻ പാടില്ല. കാരണം കേരള ഗവൺമെൻറ്റിനെ ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് 5000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റും കൊണ്ടുവന്ന് വികസനം കൊണ്ടുവന്ന് 300 ഏക്കർ അവർക്കും കൊടുത്ത് ഈ മത്സ്യത്തൊഴിലാളികളായ ആളുകൾ കരമടി വളയ്ക്കുന്നവർക്കും ചുപ്പിയെടുത്തവർക്കും അവർ പറയുന്ന കണക്ക് ഒരു 150 കോടി എന്തിനാ കൊടുത്തതാണ്. എനിക്ക് അതിനുള്ള കൃത്യമായ അറിവൊന്നുമില്ല. ആളുകൾ വാർത്തയിൽ പറഞ്ഞത് കേരള ഗവൺമെൻറ് 150 കോടി കൊടുത്തെന്ന്. ഇപ്പോൾ കൊടുത്തെങ്കിൽ ഇപ്പോൾ അവരോട് തിരിച്ചു ചോദിച്ചാൽ അവർ തരത്തില്ല. അവരൊന്നും ഇല്ലാത്തവരാണ്. അവരൊന്നില്ലാത്തവർക്ക് നിങ്ങൾ കൊടുത്ത്. പക്ഷേ ആ സ്ഥിതിയല്ല ഇപ്പോൾ സ്ഥിതി. അവർ കാശ് വാങ്ങിച്ചാൽ ആ കാശ് തിരിച്ചും കിട്ടത്തില്ല. അപ്പം നഷ്ടം എല്ലാ ഭാഗത്തും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ഭാഗം സഹിക്കണം, കേരള ഗവൺമെൻറ് ഒരു ഭാഗം സഹിക്കണം, മിസ്റ്റർ അദാനി കുറേ നഷ്ടം സഹിക്കണം. തുടക്കമേ ഇത് വിട്ടു മാറണം. പിന്തിയ കാലം ഞങ്ങളെ പിന്നീടുള്ള കാലത്ത് നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഉത്തമം ഇപ്പം നിങ്ങളിതിൽ നിന്ന് പിന്മാറി പോകുന്നതാണ്.